ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു ഒരു ഏത് കോച്ചിനോടോ അല്ലെങ്കിൽ ഒരു ഗൈഡിനോടോ ഒരു ഡോക്ടറോടോ ഒക്കെ സംസാരിക്കുമ്പോൾ, ഒരു കൗൺസിലറോട് സംസാരിക്കുമ്പോൾ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. പക്ഷേ എപ്പോഴും ആദ്യ കാലഘട്ടങ്ങളിൽ എൻ്റെ ചിന്താഗതി എന്ന് പറയുന്നത് ഇത് തെറ്റാണ് എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷെ ഞാൻ ഇതിന്റെ മറ്റൊരു സൈഡിലൂടെ പതുക്കെ പതുക്കെ കേട്ടു തുടങ്ങി. നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ മറ്റൊരാളിലേക്ക് പോകുന്നത്. അപ്പൊ പിന്നെ അതിനെ പൂർണ്ണമായും എങ്ങനെയാണ് തെറ്റെന്ന് പറയാൻ സാധിക്കുന്നത്? കാരണം നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. ആ ജീവിതത്തിന് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് കിട്ടണ്ടേ എന്ന് ചിന്തിച്ച് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. എന്താണ് സത്യത്തില് ഇപ്പൊ ഒരുപാട് പേരുടെ അവരാരോടും പറയാത്ത രഹസ്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഈ വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടാകുന്നത്? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ജെൻസിനും ലേഡീസിനും രണ്ട് രീതിയാണ് മൈൻഡ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഗേൾസിന് വേണ്ടത് എന്താണ്? ഗേൾസിന് ഏറ്റവും കൂടുതൽ വേണ്ടത് കെയർ ആണ്. അതെ, അതായത് അവളുടെ ഐ ആം ദേ ഫോർ യു, അല്ലെങ്കിൽ അച്ഛൻ പറയാണ് മോളെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്, എന്ത് വന്നാലും ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. അച്ഛൻ നമ്മളൊരു ശക്തിയാണ്. അതേ പ്രൊട്ടക്ഷൻ നമ്മൾ ഹസ്ബൻഡിന്റെ അടുത്തുനിന്നും എക്സ്പെക്ട് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഹസ്ബൻഡ് എന്നെ പ്രൊട്ടക്ട് ചെയ്യണം, എനിക്ക് സങ്കടം വരുമ്പോൾ എന്നെ ഒന്ന് ഹഗ് ചെയ്യണം, എന്റെ വിഷമങ്ങൾ കേൾക്കണം. ചിലപ്പോൾ ഹസ്ബൻഡിന് അതിന് ടൈം ഉണ്ടാവില്ല, ഹസ്ബൻഡ് ബിസിനസ്സിൽ തിരക്കായിരിക്കും. അപ്പം വൈഫിന് ആരുടെ അടുത്തെങ്കിലും ഇത് ഓപ്പണായി പറയണം. കാരണം ആളുടെ ഉള്ളിൽ അൺഹീൽഡ് ആയിട്ടുള്ള ഇന്നർ ചൈൽഡ് ഉണ്ട്. ചിലപ്പം ആ ഒരു കുട്ടിക്ക് ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഫാദർ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക ചെറുപ്പത്തിൽ. അപ്പൊ ഈ കുട്ടിക്ക് എവിടുന്നെങ്കിലും ഈ ഇമോഷൻ കിട്ടണം. അപ്പൊ അത് ക്രേവ് ചെയ്ത് പോവാണ്, എവിടുന്ന് കിട്ടും. അപ്പോൾ ഒരാൾ വന്ന് പെട്ടെന്ന് ചിലപ്പോൾ ആ ഒരാൾ വേറെ എന്തെങ്കിലും മോഹിച്ചായിരിക്കും വരുന്നത്, പണം മോഹിച്ചു അങ്ങനെ. പക്ഷെ ഇവക്ക് കിട്ടുന്ന ഇമോഷൻ അവിടുന്ന് കിട്ടുന്നു. അപ്പൊ അങ്ങോട്ട് പോകും. നേരെ ജെൻസിലോട്ട് വരികയാണെങ്കിൽ ജെൻസിന് വേണ്ട, പുരുഷന്മാർക്ക് വേണ്ടത് സപ്പോർട്ടാണ്. അതായത് അവരെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്രീസിയേഷൻ എല്ലാവർക്കും വേണം, പക്ഷെ പുരുഷന്മാർക്ക് അവരുടെ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പൊ അവരെ ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവിടേക്ക് അവർ പോകും. അത് ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പൊ ഒരു ഫ്രണ്ട് പറയണ നീ അടിപൊളിയാണ്, നിന്റെ വർക്ക് സൂപ്പറാണ്, നിന്റെ സംസാരം അടിപൊളിയാണ്, ചിലപ്പോൾ നേരെ കൊണ്ടുവന്ന ബാറിലേക്കായിരിക്കും, എന്നാലും എവിടെയാണ് സപ്പോർട്ട് വരുന്നത് അങ്ങോട്ടേക്ക്. അങ്ങനെയാണ് ലേഡീസിന്റെയും ജെന്റ്സിന്റെയും മൈൻഡ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇപ്പം ഞാൻ വീണനെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണക്ക് എന്നോട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യും അറിയാതെ. ഈ അപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഫ്യൂവൽ ആണ്. നമുക്ക് ഫ്യൂച്ചറിലോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസും ഒരു ഫ്യൂവൽ ആണ് ഉള്ളിൽ നിന്ന് വരുന്നത്.